ശ്രീ സർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ അരുൺകുമാർ, മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ ഇപ്പോഴും എയറിലാണ്. കഴിഞ്ഞ ദിവസം സാങ്കല്പിക വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു അബദ്ധം സംഭവിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു സാങ്കല്പിക വാർത്തയാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് പറ്റാതെ പോയി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോളന്മാരൊക്കെ അദ്ദേഹത്തെ എയറിൽ കയറ്റിയിരിക്കുകയാണ്. ഗവർണറെയും പ്രതിപക്ഷ നേതാവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അബദ്ധം യഥാർത്ഥത്തിൽ അരുൺകുമാറിന് സംഭവിക്കുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ശ്രീജിത്ത് സർ, ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പല വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. കലോത്സവത്തിലെ റിപ്പോർട്ടിങ്ങിനിടയിൽ സംഭവിച്ച കാര്യം, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നമുക്കറിയാം. ഗൗതം, ഈ വിഷയത്തിൽ ലൈവായിട്ടാണത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ലൈവ് ബ്രോഡ്കാസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈവിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് അവിടെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം ഇതൊരു നാക്കുപിഴയല്ല. നാക്കുപിഴയായിരുന്നുവെങ്കിൽ തത്സമയമുള്ള ഒരു വാർത്ത ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നാക്കുപിഴ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമെന്ന് പറയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ഇവിടെ അദ്ദേഹം അവരുടെ ഒരു സെഗ്മെൻ്റാണ്, ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പരിശോധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. കാരണം ഏതൊക്കെയാണ് പ്രധാന വാർത്ത എന്നുള്ളത് നോക്കി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പ്രിപ്പറേഷൻ്റെ സമയത്ത് ആ ചാനലിൽ ആർക്കെങ്കിലും ഇതൊരു പരസ്യമാണ്, മാർക്കറ്റിംഗ് ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു അഡ്വർട്ടോറിയലാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? അരുൺകുമാർ മാത്രം ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ല ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിനെ സ്ക്രീനിൻ്റെ പകുതി ഭാഗത്ത് കാണിക്കുകയും ബാക്കി പകുതിയിൽ ഈ വാർത്തയെക്കുറിച്ചുള്ള പേപ്പർ കട്ടിങ്ങുകൾ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ലൈവായിട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ വാർത്തയാണ് കൊടുക്കാൻ പോകുന്നത്, ഈ വാർത്തയെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ എടുത്ത് അതിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിനെ സൈമിൾട്ടേനിയസ്ലായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി താഴെ ന്യൂസിൻ്റെ ടിക്കറിൽ നമ്മൾ ഈ തത്സമയ വാർത്തകൾ വരുന്നത് പോലെ തന്നെ ഒരു വാർത്ത നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന് മുകളിൽ നമ്മൾ എഴുതി കാണിക്കുമല്ലോ. അങ്ങനെയും ഇത് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് അതും ചെയ്യുന്നത് അരുൺകുമാർ അല്ലല്ലോ. അപ്പോൾ മറ്റ് സ്റ്റാഫും ഇത് നോക്കി തയ്യാറാക്കി ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ ഇതൊരു അഡ്വർട്ടോറിയലാണ് എന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചറിവ് അവർക്കില്ല. അപ്പോൾ കളക്റ്റീവായിട്ട് ചാനലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഇദ്ദേഹം തന്നെ ഇത് പൂർണ്ണമായിട്ട് വായിക്കുകയാണ്. ഇതൊരു അബദ്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് പിന്നീടാണ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചന ഈ വാർത്ത ആദ്യം ഇതൊരു വാർത്തയാണ് എന്ന രീതിയിലേക്ക് ഇതിനെ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന തെറ്റുകളെല്ലാം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് അതവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, അദ്ദേഹം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് രണ്ട് രീതിയിൽ അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യാമായിരുന്നു. ഒന്നുകിൽ ഇത് ഞങ്ങളിതിൽ കബളിപ്പിക്കപ്പെട്ടു, അതായത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്, ഞങ്ങൾ പൂർണ്ണമായിട്ടത് വായിച്ചു നോക്കിയില്ല, ഞങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ഷോ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു സമീപനം ആ മാർക്കറ്റിംഗ് തന്ത്രത്തിനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രശംസിക്കാമായിരുന്നു. എന്നിട്ട് ഇത് രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള നമ്മളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൗതുകമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, സത്യമെന്ന ആൾക്കാർ വേണമെങ്കിൽ വിശ്വസിച്ചു പോകും, നല്ല രീതിയിലത്തേക്കുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഞാനും അതിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയാമായിരുന്നു. രണ്ടാമത്തെ തന്ത്രം അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാമായിരുന്നു, നോക്കൂ, ഇത് ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു മാധ്യമ പ്രവർത്തനമല്ല. ഒരു സ്ഥാപനം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരസ്യവുമായി വന്നാൽ അത് ഒരു മാധ്യമ സ്ഥാപനമാണ്, അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ട് ഇതിനെ നമ്മൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാമായിരുന്നു. ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എത്രയോ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ അതിലൊരു സത്യസന്ധതയുണ്ടായിരുന്നു. ഒന്ന്, പോസിറ്റീവ് ക്രിറ്റിസിസം. രണ്ട്, ഇതൊരു തമാശയാണ് എന്ന രീതിയിലും നമ്മളിതിൽ പെട്ടുപോയല്ലോ എന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ട് അതിനെ അവതരിപ്പിക്കുന്ന രീതി. ഇത് രണ്ടും ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതിലൊന്ന് തിരഞ്ഞെടുക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തതെന്താണ്? ഞങ്ങൾക്കിതൊക്കെ അറിയാമായിരുന്നു, ഭാവനാത്മകമായ വാർത്തയാണ് എന്ന്. പക്ഷേ ഇത് കണ്ട പല പ്രേക്ഷകരും ഞങ്ങളോട് ചോദിക്കുകയാണ്, അയ്യോ ഇതിങ്ങനെയാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ആ പ്രേക്ഷകരായിരിക്കും ഒരു പക്ഷേ ഇവരെ തിരുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇത് വായിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്. ഭാവനാത്മകമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾക്ക് എന്തേ മനസ്സിലാവാത്തു എന്ന രീതിയിലത്തേക്ക് ബ്ലെയിം മുഴുവനും ഈ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉരുണ്ടുകളിയാണ് നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉരുണ്ടുകളിക്കുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വാർത്ത നമ്മളെന്നാണ് ഒരു പത്രമാധ്യമം ഈ രീതിയിലത്തേക്ക് അതിനെ അവതരിപ്പിക്കുന്നത് കണ്ടത്. പല സെഗ്മെൻറ്റുകളുണ്ട്, പല
വാർത്താ ചാനലുകളിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിലും ഇന്നത്തെ പത്രങ്ങൾ എന്താണ് പറയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പരസ്യം, ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ എടുത്തിട്ട് ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആദ്യന്തം വായിക്കുന്ന ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? പരസ്യത്തിനെ പരസ്യമായി കണ്ടുകൊണ്ട് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തതിന് ശേഷം വാർത്തയിലേക്കാണ് വരിക. പക്ഷേ ഇവിടെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് ഭാവനാത്മകമാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തന്നെയുമല്ല, മാതൃഭൂമി ഇത് പറയുന്നുണ്ട്. അതേസമയം തന്നെ മനോരമയിലെ വാർത്ത പറയുമ്പോഴും നോട്ടേ വിട എന്ന് പറഞ്ഞ കാര്യം അവരും കൊടുത്തിട്ടുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി അവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും രണ്ടാമത് മറ്റൊരു വാർത്തയിലേക്ക് അദ്ദേഹം കടക്കുന്ന സമയത്താണ് ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിടത്ത് ന്യൂസ് സ്റ്റിക്കർ വരുന്നു, മറ്റൊരു ഭാഗത്ത് ഇതിനെ കാര്യമായിട്ട് അവിടെ എഴുതി കാണിക്കുന്നു. പക്ഷേ രണ്ടാമത് ഓഷ്യാനസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ഭാവനാത്മകമാണ് എന്ന രീതിയിൽ സാങ്കല്പിക വാർത്ത എന്ന അപ്പോൾ മാത്രമാണ് ഇവർ ഈ മുകളിൽ എഴുതി കാണിക്കുന്നത്. പക്ഷേ അരുൺകുമാർ ഒരുപക്ഷെ അത് അറിയുന്നില്ല. അദ്ദേഹം വീണ്ടും ഇത് ആധികാരികമാണ് എന്ന മട്ടിൽ പറയുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലത്തേക്ക് അദ്ദേഹം അതിനെപ്പറ്റി പറയുകയുമാണ്. അപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നത് റിപ്പോർട്ടർ ടി വിക്ക് അരുൺകുമാറിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഈ പരസ്യത്തിൽ അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഗ്രേസ്ഫുള്ളി ചെയ്യേണ്ടിയിരുന്ന 2 മാർഗ്ഗങ്ങളാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. പക്ഷേ അതിലൊന്ന് സ്വീകരിക്കുന്നതിന് പകരം ഇത് ഭാവനാത്മകമാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കിനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബ്ലെയിം ഒരുപക്ഷെ തങ്ങൾക്കല്ല, ഇത് കണ്ട ആൾക്കാർക്കാണ് അല്ലെങ്കിൽ വായിച്ച ആൾക്കാർക്കാണ് എന്നൊക്കെ പറയുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു അപ്രോച്ച് അല്ല. നമ്മൾ ഈ വീണതിന് ശേഷം പണ്ട് ഈ കലാഭവൻ്റെ ഒക്കെ സ്കിറ്റിൽ കണ്ടിട്ടുണ്ട്, എണീറ്റ് നിന്നിട്ട് ഞാൻ വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലത്തേക്കുള്ള ഒരു ഉരുളലായിപ്പോയി, അത് ഭാവനാത്മകമായിട്ടുള്ള ഒരു ഉരുളലായിപ്പോയി എന്ന് മാത്രമേ അദ്ദേഹത്തിനോടും ചാനലിനോടും ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രം വായിച്ച പല ആളുകളും ഞെട്ടുകയും അത്ഭുതപ്പെടുകയൊക്കെയാണ് ചെയ്തത്. എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇത് വാർത്തയാണോ എന്ന് പലർക്കും മനസ്സിലാവുന്നില്ല, എന്നാൽ പരസ്യമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു വലിയ രീതിയിൽ അതിൻ്റെ ടൈപ്പോഗ്രാഫിയും എല്ലാം ആ ഒരു രീതിയിൽ ഒരു ഒറിജിനാലിറ്റി ഫീല് തരുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്, അച്ചടിച്ച് വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അങ്കലാപ്പ് കഴിഞ്ഞ ദിവസം വല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. പല ആളുകളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മാധ്യമധർമ്മത്തിൻ്റെ ഒരു മൂല്യച്യുതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതല്ല യഥാർത്ഥ ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആളുകളെ ഇവിടെ വഞ്ചിക്കുകയാണോ നമ്മുടെ പത്രങ്ങളൊക്കെ ഈ ഒരു പരസ്യത്തിലൂടെയൊക്കെ? ഗൗതം, അതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, ജെനുവിനായിട്ട് ആൾക്കാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസൻറ്റേഷനാണത്. പക്ഷെ അത് നോക്കിക്കഴിയുമ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് സാങ്കല്പികമാണ് എന്ന് അതിൽ തന്നെയുണ്ട്. ഇപ്പോൾ ആ പത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ പത്രത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അവരതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് സാങ്കല്പികമാണ് എന്ന മട്ടിൽ തന്നെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിന് മുകളിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നവർ എഴുതിയിട്ടുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടല്ലൊരു പത്രം വായിക്കുക. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഇത് അതിശയോക്തി കലർന്നതാണ് എന്ന് തോന്നുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആൾക്കാർ ചിന്തിക്കും, ചെക്ക് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ വിളിച്ച് ചോദിക്കും. പക്ഷേ അതിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഡിസ്ക്ലൈമറാണ്. ആ ഡിസ്ക്ലൈമർ ഒരുപക്ഷെ ആൾക്കാർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ്, പത്രം വായിക്കേണ്ട രീതിയിൽ ആൾക്കാർ വായിക്കുന്നില്ല എന്നാണ്. ഇതൊരു വിഷയം. 2, മാധ്യമധർമ്മത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നതാണോ മാധ്യമധർമ്മം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ നാട്ടിൽ മദ്യത്തിൻ്റെ പരസ്യം കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള പ്രിൻ്റ് മീഡിയയിലോ ഡിജിറ്റൽ മീഡിയയിലോ ഒന്നും തന്നെ മദ്യത്തിൻ്റെ പരസ്യം കൊടുക്കാൻ പാടില്ല. അപ്പോൾ പല മദ്യ കമ്പനികളും ചെയ്യുന്നത് എന്താണ്, 2 ഐറ്റംസ് അവർ ഇറക്കും. ഒന്നുകിൽ സോഡ, അതല്ലെങ്കിൽ മ്യൂസിക് CD. എന്നിട്ട് ഇതിൻ്റെ പരസ്യം കൊടുക്കും. ഈ മദ്യത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്താണോ അതേ പേരിൽ തന്നെയാകും പലപ്പോഴും മ്യൂസിക് CD വരിക. നമ്മൾ അതല്ലാതെ ജെനുവിനായിട്ട് മ്യൂസിക് CDയുടെ പരസ്യം കാണാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ അതുവഴി ചെയ്യുന്നത് എന്താണ്, മ്യൂസിക് CD അല്ല അഡ്വർടൈസ് ചെയ്യാൻ പോകുന്നത്, അതേ ബ്രാൻഡിലുള്ള മദ്യത്തിനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധാർമ്മികത മുൻനിർത്തി ഒരു മാധ്യമ സ്ഥാപനം എടുക്കേണ്ടുന്ന നിലപാട് എന്താണ്? പ്രിൻ്റ് ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, സാറ്റലൈറ്റ് ആയിക്കോട്ടെ, അവർ ചെയ്യേണ്ടത് എന്താണ്? ഇത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾ സത്യത്തിൽ പരസ്യം കൊടുക്കാൻ പോകുന്നത് ഈ മദ്യത്തിനെക്കുറിച്ചാണ് എന്ന് ഞങ്ങൾക്കറിയാം. അത് നിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പരസ്യം എടുക്കാനായിട്ട് നിർവാഹമില്ല എന്ന് പറയണം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്കറിവുണ്ടോ? നമ്മുടെ അറിവിലില്ല. 2, ഈ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പരസ്യങ്ങൾ വരാറുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക് ശരീരത്തിന് നല്ലതാണോ അല്ലയോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം കാർബണേറ്റഡ് വാട്ടറിലേക്ക് വളരെ ഉയർന്ന അളവിൽ പഞ്ചസാരയാണ് അതിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഉയർന്ന അളവിൽ പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത് നല്ലതല്ല എന്ന് ഏത് ഡോക്ടറും നമ്മളോട് പറയും. അങ്ങനെയാണെങ്കിൽ പൊതുജനാരോഗ്യം മുൻനിർത്തി ഞങ്ങൾ ഇനിമേൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ പരസ്യം കൊടുക്കില്ല എന്ന്
ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പരസ്യം കൊടുക്കില്ല എന്ന രീതിയിലത്തേക്ക് ധാർമ്മികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തീരുമാനമെടുക്കണം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തീരുമാനമെടുക്കാറുണ്ടോ? ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അതേ പത്രത്തിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയുടെ പരസ്യമുണ്ട്. ഇത് മാതൃഭൂമി പത്രമാണ്. അവർക്ക് അനാവശ്യമായിട്ട് പരസ്യം കൊടുക്കേണ്ടതില്ലാത്തത് കൊണ്ട് ഞാനത് പരസ്യം ആരുടേതാണെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടി വി, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. ഇത് ശരിയാണോ അല്ലേ? ഇവർ പറയുകയാണ് ഞങ്ങളാണ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം. ഇതൊരു പത്രം അതിന് ആ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? വാർത്തയായിട്ട് കാണണോ, പരസ്യമായിട്ട് കാണണോ, ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയാണെന്ന് കാണണോ, മാധ്യമധർമ്മം അനുസരിച്ച് ഈ പത്രം കൃത്യമായിട്ട് ഇവരാണോ മോസ്റ്റ് ട്രസ്റ്റഡ് എന്ന് ഒരു സർവേ നടത്തി അറിഞ്ഞതിന് ശേഷം ഇത് വാർത്ത കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ പരസ്യം കൊടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം നമുക്കുണ്ടോ? ഞാൻ പറയുന്നത് അത് പ്രായോഗികമല്ല. മറിച്ച് പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായിട്ടുള്ള ക്ലെയിംസ് പറയുന്ന ആൾക്കാർ, ഈ രീതിയിലത്തേക്കുള്ള ക്ലെയിം അല്ല. ഇപ്പോൾ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പേരിലത്തേക്കൊരു പരസ്യം വന്നിരുന്നത് നമുക്കറിയാം. ആ ബ്രാൻഡിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിലെയാണോ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത്? അതോ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെമിക്കൽസ് ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ തെറ്റായ രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണോ നമ്മളൊരു പോളിസി ആയിട്ട് കാണേണ്ടത്? നമ്മൾ ഈ പറയുന്നതുപോലെ മദ്യത്തിൻ്റെ പരസ്യം, അല്ലെങ്കിൽ പുകവലിക്കുന്നതിൻ്റെ പരസ്യം, ഇനി അതല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം, അത്തരം കാര്യങ്ങളെയാണോ നമ്മൾ ആ രീതിയിലത്തേക്ക് സമീപിക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. പണ്ടത്തെ മാഗസിനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബീഡിയുടെ പരസ്യം കാണാം. ബീഡിയുടെ പരസ്യം നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കുന്ന പല ബീഡികളുടെയും പരസ്യം അതിനകത്തിൽ കാണാം. ഇന്നത് കാണുന്നില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനമോ മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റർമാരുടെ കൂട്ടായ്മയോ ചേർന്നിരുന്നിട്ട് നാളെ മുതൽ ഞങ്ങൾ ബീഡിയുടെ പരസ്യം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് വന്നത്? അങ്ങനെ നിയമം വന്നതുകൊണ്ടാണ്. അല്ലാതെ അവിടെയൊന്നും ധാർമ്മികത ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ, പൂർണ്ണമായും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, തെറ്റായ ക്ലെയിമുകൾ, ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത് എങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ നോട്ടിരട്ടിപ്പ്, നിങ്ങൾ ഞങ്ങളുടെ ബ്രാഞ്ചിലേക്ക് പണം കൊണ്ടുവരൂ, നിക്ഷേപിക്കൂ, 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ 50 മടങ്ങായിട്ട് കൊണ്ടുപോകൂ എന്നൊക്കെയുള്ള രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വന്നാൽ അതിലൊരു അക്കൗണ്ടബിലിറ്റി ആ സ്ഥാപനത്തിനുമുണ്ട് എന്ന് നമുക്ക് പറയാം. അതല്ലാത്ത എല്ലാ കാര്യത്തിനും എങ്ങനെയാണ്? 916 സ്വർണം, ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്ന സ്വർണം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പരസ്യം കൊടുക്കാറില്ലേ? നമ്മൾ അതിൻ്റെ ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷം കൊടുക്കാം എന്ന് പറയുമോ? നമ്മുടെ നാട്ടിലുള്ള എത്രയോ മാധ്യമ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എയർ ടൈം പോകുന്ന കുറേയധികം ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സത്യത്തിൽ അത് കൊള്ളാവുന്ന സാധനങ്ങളാണോ അതോ വെറും 50 രൂപയ്ക്ക് കിട്ടുന്ന 2 ദിവസം നിൽക്കാത്ത ചൈനീസ് സാധനങ്ങളാണോ വിൽക്കുന്നത് എന്നറിയാം. നമ്മുടെ നാട്ടിലെ ധനാകർഷണ ഭൈരവ യന്ത്രം, മാന്ത്രിക ഏലസ്, ഇതൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് എയർ ടൈം ഉണ്ട്. പല പത്രങ്ങളിലും പരസ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പത്രം ഈ പരസ്യം കൊടുക്കുന്നതിന് മുമ്പ് ഒരാളിനെ വിട്ട് ഈ ആകർഷണ യന്ത്രം വീട്ടിൽ വെച്ചതിന് ശേഷം അയാൾക്ക് ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലെയിം പറയുന്നത് പോലെ പണം കിട്ടുന്നുണ്ട് എന്നും ബോധ്യപ്പെട്ടതിന് ശേഷം പരസ്യം കൊടുക്കണമെന്നാണോ? അതിനൊക്കെ കുറേയധികം പരിമിതികളുണ്ട്. തട്ടിപ്പുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തട്ടിപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇവിടെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആട് തേക്ക് മാഞ്ചിയം, 250 രൂപയുടെ മൊബൈൽ ഫോൺ, അല്ലേ, ഈ പറയുന്ന മാംഗോ ഫോൺ, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉള്ള തട്ടിപ്പ് പരസ്യങ്ങൾ വഴി വന്നിരിക്കുന്നതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ദോഷമില്ലാത്ത രീതിയിലത്തേക്കുള്ള പരസ്യങ്ങൾ ഒരു ക്ലെയിമായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് പൂർണ്ണമായി നോട്ട് നിരോധിച്ചതിന് ശേഷം ഡിജിറ്റൽ കറൻസിയിലേക്ക് പോകും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ പേര് അതിൽ പറയുന്നില്ല, മറ്റുള്ള ആൾക്കാരുടെ സാങ്കല്പികമായിട്ടുള്ള പേര് പറയുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ കുറേ തെറിവിളി ഇന്ന് പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ പരസ്യത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്നതാണ് അതിലെ അൾട്ടിമേറ്റ് വിന്നർ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം. നമുക്ക് ഈ ഇത്തരം പ്രവർത്തികൾ, അതായത് ഇത്രയും അനുഭവ പരിചയമുള്ള മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ഇത്തരം അബദ്ധങ്ങൾ കാണുമ്പോൾ പൊതുസമൂഹത്തിലെ ആളുകൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പലപ്പോഴും ഇതൊരു ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു നാടകമാണ് എന്നൊക്കെയാണ് കരുതുന്നത് ചില ആളുകളെങ്കിലും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരുൺകുമാർ വർക്ക് ചെയ്യുന്ന ഈ പ്രധാന മാധ്യമ സ്ഥലവും അതോടൊപ്പം തന്നെ അവർ കോമ്പറ്റീറ്ററായിട്ട് മാതൃകയായിട്ട് കാണുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനമൊക്കെ വാർത്താ അവതരണത്തിൽ എൻ്റർടൈൻമെൻറ്റും കൂടി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ആശയം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായി. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്വയം ട്രോളായിട്ട് തീരുക, സ്വയം മണ്ടത്തരം കാണിച്ച് ട്രോളായി തീരുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാധ്യമപ്രവർത്തകർ തീരുന്നുണ്ട് എന്നുള്ളൊരു പ്രവണത ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല ഗൗതം, ഞാനിതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ്.
കാരണം അവർ ഈ രീതിയിലത്തേക്കുള്ള ഒരു പരസ്യം കൊടുത്തത് കൊണ്ട് തന്നെ എത്ര പൊള്ളയായ ചിന്തകളുള്ള മാധ്യമപ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് മനസ്സിലായി. ഈ പല ആൾക്കാരും അവരുടെ വാഗ്ധോരണികൾ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എയർ ടൈം കൊണ്ടോ ഒക്കെ തന്നെ ഒരുപക്ഷെ സ്വയം വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ സർവജ്ഞപീഠം കയറിയ ആൾക്കാരാണ് എന്നാണ്. പക്ഷെ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് ഇൻ എ ഹോൾ, ആസ് എ ഹോൾ അതിനെ വായിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർ, വളരെ വലിയ രീതിയിൽ സർ ഈ വെണ്ടയ്ക്ക അക്ഷരത്തിൽ സർ ഈ പറഞ്ഞോളൂ. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ഉള്ള വാർത്താ അവതരണ രീതികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയുള്ള വല്ലാത്തൊരു മാറ്റം. അല്ല, ഞാൻ പറയുന്നത് ആ ആംഗിളിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി പറയുന്നത് എന്താണ്, ഇതിലൊരു ഡിസ്ക്ലെയിമറാണ് എന്നാണ്. എങ്കിൽ ഈ വാർത്തയെ എങ്ങനെ അവതരിപ്പിക്കാമായിരുന്നു? ന്യൂസായിട്ട് മാത്രം അവതരിപ്പിക്കണം, അവിടേക്ക് പരസ്യം കയറ്റരുത് എന്നൊക്കെ ഉണ്ടെങ്കിലും ഇനി കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ ആ കൗതുകം ആൾക്കാരോട് ഷെയർ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ തമാശ കലർത്തി നേരത്തെ പറഞ്ഞതുപോലെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ കൂടി വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് പറയാമായിരുന്നു. ഇത് നോക്കണേ, കൊച്ചിയിലെ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്, അവരിതാ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്, വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ തമാശ കലർത്തി പറയാമായിരുന്നു. അതായത് നമ്മൾ ഈ ചാനൽ പല ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇലക്ഷൻ കൗണ്ടിങ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ ആവേശത്തിൻ്റെ ഈ കൊടുമുടി കയറുന്ന രീതിയിലത്തേക്കുള്ള കമൻ്ററിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ രീതിയിലത്തേക്ക് ഇതിനെ അവതരിപ്പിക്കാമായിരുന്നു. ഞാൻ പറയുന്നത് അതിവിടെ കാണുന്നില്ല. ഇവിടെ പക്ഷേ നമ്മൾ വലിയ ബോൾഡ് ഫേസ് വെച്ചതിന് ശേഷം, വളരെ സീരിയസ് ഫേസ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ആധികാരികമാണ് എന്ന മറ്റിൽ പടച്ചുവിടുകയാണ്. ഞാൻ പറയുന്നത് ഈ സമയങ്ങളിൽ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് പറ്റുമായിരുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ സീരിയസ് ന്യൂസിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ന്യൂസായിരുന്നു. പിന്നീടാണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ ഒരു എൻട്രി വരുന്ന സമയത്താണ് ന്യൂസിലേക്ക് വ്യൂസും കൂടെ കയറി തുടങ്ങിയത്. ആ വ്യൂസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നത് വ്യൂസാണ്. പിന്നീട് ന്യൂസും വ്യൂസും കഴിഞ്ഞതിന് ശേഷം അതിനെ ഇൻഫോർടൈൻമെൻറ്റ് എന്ന രീതിയിലത്തേക്കോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനെ പൂർണ്ണമായും ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന രീതിയിലത്തേക്കോ ഒക്കെ തന്നെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, ഇതിൽ ആൾക്കാർ ഒരു കൗതുകം കാണുന്നു, അല്ലെങ്കിൽ ഈ ചില കൗതുകങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ആയുസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ അത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാരുണ്ടാകണം. അതൊക്കെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ, ചില വ്യക്തികളുടെയൊക്കെ തന്നെ മിടുക്കാണ്. പക്ഷെ അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചിരുന്നുവെങ്കിൽ ഈ വാർത്ത എത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. ഈ പറയുന്ന തെറ്റിദ്ധാരണ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ട്രോള് കണ്ടെത്താമായിരുന്നു. പക്ഷെ അതിന് പകരം ആൾക്കാരൊക്കെ തന്നെ സ്വയം ട്രോളായി മാറുക, പിന്നീട് ആ ട്രോളാകുന്ന സമയത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഗ്രേസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ഭാവനാത്മകമായി ഇതിനെ കണ്ടില്ല, ഞങ്ങളുടെ ഉരുളൽ ഭാവനാത്മകമായിരുന്നു എന്ന രീതിയിലത്തേക്ക് സ്ഥാപിക്കാൻ പോകുന്നതിൽ ഒരു ചീപ്നെസ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ വിഷയത്തിൽ സാറ് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയ രസകരമായിട്ടുള്ള ഒരു കാര്യമൊക്കെ വലിയ രീതിയിൽ ആളുകളിപ്പോൾ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇതിൽ അൾട്ടിമേറ്റ്ലി വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തീരാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യവും എന്നൊരു ആശങ്കയും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടു കൂടിയിട്ടും രസകരമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അബദ്ധങ്ങളില്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. നന്ദി ഗൗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.